Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗ് തന്നെയാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കൃത്യമായി നിങ്ങൾക്ക് എങ്ങനെ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈ വീഡിയോ ഞാൻ കാണിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാം. ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമ്മൾ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല 𝐾𝐸 സ്റ്റാൻഡ് അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വരേണ്ടവർ ഓഫീസ് വരേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ട പേര് 𝐾𝐸 എന്നാണ്. അപ്പം ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെ ഓപ്ഷൻ ട്രേഡിംഗ് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നത്. നിങ്ങളൊരു ബിഗിനേഴ്സോ അതെങ്കിലും ബേസിക് ആയിട്ടൊരു നോളജ് മതി. അത് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് സിമ്പിളായിട്ട് പിക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട് കാണുക. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന സ്ട്രാറ്റജിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരികയാണെങ്കിൽ ഇത് ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിഫ്റ്റിയാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അണ്ടർലൈൻ അസറ്റാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. കാരണം അവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കോൾ ഓപ്ഷൻ ബൈ എടുക്കണോ പുട്ട് ഓപ്ഷൻ പോകണോ ഏത് സ്ട്രൈക്ക് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നോക്കി കൃത്യമായി അറിയാൻ പറ്റും. ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ മാർക്കറ്റ് റേറ്റ് ആണ് 21,893. ഇതിനകത്ത് ഈ ഒരു റെഡ് ഡൗൺ ആരെ കിടക്കുന്നതാണ് സെല്ല്. നിഫ്റ്റി സെല്ല് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യേണ്ടത്. നിഫ്റ്റിയിൽ ബൈ വരുമ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം. അപ്പം ഇവിടെ സെല്ല് വരുമ്പോൾ തന്നെ ഈ സിഗ്നൽസൊക്കെ ഓട്ടോമാറ്റിക്കാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് അലേർട്ട് മെസ്സേജ് വഴി ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ കാണിച്ചു തരും. അതുപോലെ ഏറ്റവും മേഖല എഴുതി വെച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ M5 എന്ന് വെച്ചാൽ ഇൻട്രാഡേ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ 21,942 സെല്ല് വന്നു. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട് 21,942. ഈ 21,942 എന്ന ലെവലിൽ നിന്നാണ് നിങ്ങൾ ഇതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് എടുത്തേച്ചാൽ മതി. നിങ്ങളൊരു ഫ്രഷറാണ് ബിഗിനറാണ് നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് ദ മണി സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരുവിധം ഓപ്ഷൻ അറിയാവുന്നുണ്ടെങ്കിൽ അറ്റ് ദ മണിയോ അല്ലെങ്കിൽ ഇൻ ദ മണിയോ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മളുടെ ഇൻകം എടുക്കുന്ന ആളെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് റേറ്റ് ഇല്ലേ 942 ഇവിടുന്ന് ഒരു 100-200 പോയിന്റ് മേലോട്ട് എടുക്കുക. മാർക്കറ്റ് റേറ്റ് തന്നെയാണ്. അഡ്ഡമണി ചെയ്യുന്ന ആൾക്കാർ വേറെ ഒന്നും ചെയ്യണം. നേരെ മാർക്കറ്റ് ഏത് റേറ്റിലാണോ വന്നിരിക്കുന്നത് ആ റേറ്റ് തന്നെ അങ്ങനെ എടുക്കാം. 21,900 നമുക്ക് എടുക്കാം. അഡ്ഡമണിയാണെന്ന് നമുക്ക് 22,100 നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുള്ള ട്രേഡിങ് നമ്മുടെ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ ആണ് ഓപ്ഷൻ ട്രേഡിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നിഫ്റ്റി സെല്ല് കാണിച്ചു 21,942 കാണിച്ചു. അപ്പം ഞാൻ ഒരു ഇൻദമണി ട്രേഡർ ആയതുകൊണ്ട് നമുക്ക് നേരെ ഒരു 100-200 പോയിന്റ് മേലോട്ട് എടുക്കുമ്പോൾ 22,100 എടുക്കാം. അപ്പം ഒരു 100-200 മേലെ ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ അത് ഓൾറെഡി ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് വേണ്ട 200 ഏത് ആകട്ടെ അതിൻ്റെ ചെയിൻ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തുനിന്ന് ആ ഓപ്ഷൻ ചെയിനിൽ പോയി ഞാൻ ഒരു വട്ടം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓപ്ഷൻ ചെയിൻ. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എല്ലാം അവൈലബിൾ ആണ്. ഫിൻ നിഫ്റ്റി എല്ലാം ഉണ്ട്. ഇതാണ് ഇപ്പം നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് നമ്മളത് കോളാണോ പുട്ടാണോ എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് 22,000 ഒരു പുട്ട് ഓപ്ഷൻ ചാർട്ടാണ്. ഇവിടെയാണ് നിങ്ങൾ ഇനി സിഗ്നൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഇതുപോലെ ബൈ സിഗ്നൽ കാണിക്കണം. അതായത് നമ്മൾ ഓപ്ഷൻ ബയർ ആയിട്ട് നമ്മൾ എടുക്കുന്ന കോൾ ഓപ്ഷൻ ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ബൈ സിഗ്നൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേച്ചാൽ മതി. അവിടെ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിനകത്ത് ഇതുപോലെ ബൈ സിഗ്നൽ കാണിക്കണം. ഇവിടെ ഇനി ഇത് കൺഫേം ആണോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ബൈ സിഗ്നൽ ഉണ്ടല്ലോ. ഇനി ഇത് കൺഫേം ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ തൊട്ട് താഴത്തെ ഒരു ബാർ കണ്ടോ ഓരോ ക്യാൻഡിൽ ഓരോ ബാർ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ അതിൻ്റെ താഴത്തെ ഒറ്റ ബാറേ കാണും. ആ ബാർ എന്തായിരിക്കണം സിഗ്നലിൻ്റെ ഫേവർ ആയിരിക്കണം. അതായത് ഗ്രീൻ ആയിരിക്കണം. ഇവിടെ എന്തായിരിക്കണം പ്രൈസ് ബൈസോൺ ആയിരിക്കണം. അപ്പോൾ 2 കൺഫർമേഷൻ മതിയാവും. സിമ്പിളാണ്. ആരോ വന്നതിന് ശേഷം ഇത് കൺഫർമേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യാവുള്ളൂ. താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈസോൺ ആണെങ്കിൽ ആ സിഗ്നൽ കൺഫേം എന്ന് അർത്ഥം. ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ. ട്രേഡ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ്. ഇതിൽ കൂടെ ഡയറക്റ്റ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് ഫോറക്സിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റ് എപ്പോഴും നമ്മുടെ ഏത് ബ്രോക്കറാണോ സെറോദ അപ്സ്റ്റോക്ക് ഏതാണോ അതിൽ തന്നെ നമ്മൾ ട്രേഡ് എടുക്കണം. ഇപ്പോൾ 324 സോഫ്റ്റ്വെയറിനകത്ത് ബൈ കാണിച്ചു. നമ്മളിത് കൺഫേം ആയിരുന്നു. നമ്മൾ ട്രേഡ് എടുത്തു. അപ്പോൾ എക്സിറ്റ് ലെവലോ അത് സോഫ്റ്റ്വെയർ കാണിച്ചു തരും 386, 382, 408 3 ടാർഗറ്റ് സോഫ്റ്റ്വെയർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഇപ്പോൾ അധികം ട്രെൻഡി മാർക്കറ്റ് അല്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ടാർഗറ്റ് എടുത്തിട്ടുണ്ട് 356, 40 ഫസ്റ്റ് ടാർഗറ്റ് വന്ന ശേഷം ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. ഇനി ഇവിടെ നോക്കിയാൽ റെസിസ്റ്റൻറ്റ് ലെവൽ കണ്ടോ റെഡ് സ്റ്റാർ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ആണെങ്കിൽ മാർക്കറ്റ് ഇനിയും കയറിപ്പോവും. അപ്പോൾ നമുക്ക് ഇനിയിപ്പം വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് ടാർഗറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കുമ്പോൾ ഒരു 80-90% കൺഫേം നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ ആക്യുറസി
നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇത് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞെന്ന് ലൈവ് മാർക്കറ്റിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ടൊന്ന് പെർഫോമൻസ് കാണാനോ അല്ലെങ്കിൽ ഓൺ കോളിൽ ഇത് എന്താണെന്ന് അറിയാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചിട്ട് ഇന്ന റേറ്റിൽ ബൈ ചെയ്യണം, ഇന്ന റേറ്റ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യണമെന്നൊക്കെ സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ.